കായംകുളത്ത് CPM-നെതിരെ ഒരു കൂട്ടം മാധ്യമങ്ങൾ വലിയ തോതിൽ അടിസ്ഥാനരഹിതമായ വാർത്താ പ്രചരണം നടത്തുകയാണെന്ന് CPM നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാർട്ടിക്കും ഇടതുപക്ഷത്തിനും MLA ഉൾപ്പെടെയുള്ള ഇടതു ജനപ്രതിനിധികൾക്കുമെതിരെ സംഘടിതമായ മാധ്യമ ആക്രമണമാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം BJP-യിലേക്ക് CPM-ൽ നിന്നും കൊഴിഞ്ഞുപോക്ക് എന്ന രൂപത്തിൽ ഊതിപ്പെരുപ്പിച്ച കണക്കുകളുമായാണ് വാർത്ത നൽകിയത്. BJP-യിലേക്ക് പോയ ലോക്കൽ കമ്മിറ്റി അംഗത്തിനെതിരെ ചില ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാനിരിക്കുകയാണ്. നിൽക്കക്കള്ളിയില്ലാതെയായപ്പോഴാണ് അദ്ദേഹം പാർട്ടി മാറിയതെന്നും നേതാക്കൾ പറഞ്ഞു. കായംകുളത്ത് CPM-നെതിരെ മാധ്യമങ്ങൾ വലിയ തോതിൽ അടിസ്ഥാനരഹിതമായ വാർത്താ പ്രചരണം നടത്തുകയാണെന്ന് CPM നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. CPM-നും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുമെതിരായി ജനപ്രതിനിധികൾക്കും അതുപോലെ തന്നെ ഇടതുപക്ഷ ഭരണ സംവിധാനങ്ങൾക്കുമെതിരായി വളരെ സംഘടിതമായ ഒരു തുടർച്ചയായ ആക്രമണം നടന്നു വരികയാണ്. ഏറ്റവും അവസാനം പാർട്ടിയുടെ ഏറിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഏറിയ സമ്മേളനത്തിൽ പൊട്ടിത്തെറി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള സംഭ്രമജനകമായ വാർത്തകൾ നിങ്ങളെല്ലാവരും കൊടുത്തു. എന്നാൽ പാർട്ടിയുടെ ഏറിയ സമ്മേളനം ഏകകണ്ഠമായ രൂപത്തിൽ എല്ലാ തീരുമാനങ്ങളും എടുത്ത് പിരിയും. ഒരു തരത്തിലുമുള്ള തർക്കവുമില്ലാതെ എല്ലാ തീരുമാനങ്ങളും ഏകകണ്ഠമായിട്ടെടുത്തു. ഏരിയ സമ്മേളനത്തിന് ശേഷം കായംകുളത്തെ പാർട്ടിയുടെ നേതൃത്വത്തെ വീണ്ടും അടിസ്ഥാനരഹിതമായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാനമില്ലാത്ത ഇത്തരം കാര്യങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട MLAയുടെ മകനുമായി ബന്ധപ്പെടുത്തി അങ്ങേയറ്റം ക്രൂരമായ നടപടികളാണ് നമ്മുടെ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. നമുക്കറിയാം, കായംകുളം നഗരസഭയിൽ എത്ര നല്ല രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. കായംകുളം ഗവൺമെൻറ് ആശുപത്രിയുടെ വികസനത്തിൻ്റെ നിങ്ങളിൽ പലർക്കും അറിയുന്നതാണല്ലോ. പക്ഷെ അതാണോ നമ്മുടെ നാട്ടിൽ വാർത്തയാക്കാൻ ശ്രമിക്കുന്നത്? ഇത് ഒരു തുടർച്ചയായ പ്രക്രിയയായിട്ട് ഞങ്ങൾക്ക് തോന്നുകയാണ്. അതുകൊണ്ട് പറയുകയാണ്, CPM വിട്ട് കൂട്ടത്തോടുകൂടി ആളുകൾ, ഇന്നലെ നിങ്ങൾ എടുത്ത 58 പേര്, CPM 56 പേര് ആരാ പോയിരിക്കുന്നത്? പാർട്ടിയിൽ നിൽക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള സ്വഭാവ രീതിയുള്ളവർക്ക് പാർട്ടി നിൽക്കാൻ പറ്റത്തില്ല. ആ 1-2 പേരല്ലാതെ, നേരത്തെ പോയതും ഇപ്പോൾ പോയതുമായിട്ട് 1-2 പേരല്ലാതെ CPM-ൻ്റെ ഒരു പ്രവർത്തകനും പാർട്ടി. നിങ്ങൾ തെറ്റിദ്ധരിച്ചോ, നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടോ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളെയും നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കഴിഞ്ഞ പാർട്ടി സമ്മേളനവുമായും കുറച്ചു നാളുകളായി സക്കീർ ഹുസൈനെതിരെ പാർട്ടിക്ക് ചില കാര്യങ്ങളിൽ പരാതികൾ ഉയർന്നു വന്നിരുന്നു. അത് റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധപ്പെട്ടു, മീറ്റർ പലിശയുമായി ബന്ധപ്പെട്ടു സക്കീർ ഹുസൈന് ബന്ധമുണ്ടായിരുന്നു. പാർട്ടി സമ്മേളനങ്ങളിലും അല്ലാതെയും പാർട്ടിക്ക് മുൻപിൽ നിരന്തരമായ പരാതികൾ ഇരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരാളുടെ പേരിൽ ആരോപണം ഉയർന്നു വന്നാൽ ഉടൻ നടപടിയെടുക്കലല്ല, അയാൾക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി പാർട്ടി ധാരണ എടുത്തിരിക്കുകയാണ്. അന്വേഷണം വന്നാൽ ഇയാൾ പെടുമെന്ന് ഉറപ്പായപ്പോഴാണ് അയാൾ പുതിയ ലാവണം അന്വേഷിച്ചു പോയത്. ഇതാണ് വസ്തുത. നിങ്ങൾക്ക് വാർത്ത തരുന്നു എന്ന് പറഞ്ഞു. ഉത്തരവാദിപ്പെട്ട ആരും വാർത്ത തരാറില്ല. ഇവിടെ ഈ നമ്മൾ പറയുന്നു ഈ കൊഴിഞ്ഞുപോക്കിലൊക്കെ ചെല്ലു പോകുമെന്ന് പറയുമ്പോൾ ഇത്തരം വാർത്തക്കാർ വാർത്ത തന്നതിന് ശേഷം നടക്കാത്തപ്പോൾ അവർ വീണ്ടും കൊഴിഞ്ഞു പോകും. ആ മെയിൻ വാർത്തക്കാരൊക്കെ കൊഴിഞ്ഞു പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം ഞങ്ങളുടെ ഏരിയ കമ്മിറ്റിയുടെ പല തീരുമാനങ്ങളും ചോരാത്ത അവസ്ഥയിലേക്ക് എത്തി. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞാൽ അത് മുസ്ലിം സമുദായത്തിനെതിരാണ്. BJPയെ കുറിച്ച് പറഞ്ഞാൽ അത് ഹിന്ദുക്കൾക്കെതിരാണ്. ഞങ്ങൾക്ക് അതിനോട് യാതൊരു യോജിപ്പുമില്ല. വളരെ ശക്തമായി ഞങ്ങൾ തള്ളിക്കളയും. ഈ 2 വർഗീയതയെ ഞങ്ങൾ എതിർക്കുന്ന പാർട്ടിയാണ്. കുറെ കാലം കൊണ്ട് വാസ്തവമില്ലാത്തതും കെട്ടിച്ചമച്ചതുമായ വാർത്തകൾ നൽകുകയാണ്. ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ടും തുടർന്നും തെറ്റായ വാർത്തകൾ ഏറെ നൽകി. MLAയുടെ മകനുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ദേശീയപാത വിഷയത്തിലും യാതൊരു വസ്തുതയുമില്ലാത്ത വാർത്തകളാണ് മാധ്യമങ്ങൾ നൽകിയത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം BJP-യിലേക്ക് CPM-ൽ നിന്നും കൊഴിഞ്ഞുപോക്ക് എന്ന നിലയിൽ ഊതിപ്പെരുപ്പിച്ച കണക്കുകളുമായുള്ള വാർത്ത വന്നു. CPM-നും ഇടതുപക്ഷത്തിനും ഇടതുപക്ഷ ജനപ്രതിനിധികൾക്കുമെതിരെ സംഘടിതമായ മാധ്യമ ആക്രമണമാണ് നടക്കുന്നത്. CPM-ൽ നിന്നും BJP-യിലേക്ക് പോയ CPM ലോക്കൽ കമ്മിറ്റി അംഗം സക്കീർ ഹുസൈനെതിരെ ചില ആരോപണങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ നടപടിയിലേക്ക് പോകുകയാണ്. ഈ സാഹചര്യത്തിലാണ് നിൽക്കക്കള്ളിയില്ലാതെ സക്കീർ ഹുസൈൻ പാർട്ടി മാറിയതെന്നും നേതാക്കൾ പറഞ്ഞു. ഇതുപോലെ ചിലരല്ലാതെ ആരും CPM-ൽ നിന്നും പോയിട്ടില്ല എന്നും CPM കായംകുളത്ത് കെട്ടുറപ്പോടെ മുന്നോട്ട് പോവുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് KH ബാബുജാൻ,
ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി ഗാനകുമാർ, പി അരവിന്ദാക്ഷൻ, ഷെയ്ഖ് പി ഹാരിസ്, അഡ്വക്കേറ്റ് യു പ്രതിഭ MLA, CPM കായംകുളം ഏരിയ സെക്രട്ടറി ബി അബിൻഷാ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CD ന്യൂസ്, കായംകുളം.